ഹായ് അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ RJ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ എന്നും നമ്മൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വെഡ്ഡിങ്ങിൻ്റെതും പിന്നെ ചക്കര നിജാസ് പിന്നെ അതുപോലെ തന്നെ ട്രാവൽ അങ്ങനെ കുറേ പല വെറൈറ്റി ആയിട്ടുള്ള ഇതിൽ ഇന്നിപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളെ വീഡിയോ കാണാം. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായ മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ ഒരു മഴയത്താണ് ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമ്മുടെ വിശേഷങ്ങൾ അവിടെ കാണാം. അപ്പോൾ ഗെയ്സ് നമുക്കിന്നൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കാണുന്നതും എന്നെ വാങ്ങിക്കുന്നതും. പൂമീൻ എന്ന് പറയും. സത്യത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് മിൽക്ക് ഫിഷ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മീനൊന്ന് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കൊല്ലം സ്റ്റൈലിൽ നമ്മൾ വയ്ക്കുന്നത് എങ്ങനെയാണ്. അത് തേങ്ങ ഇല്ലാണ്ട് കറി വയ്ക്കുന്ന ഒരു സംഭവമാണ്. തേങ്ങ ഇല്ലാണ്ട് കറി വയ്ക്കുമ്പോഴും തേങ്ങാക്കറി കണക്ക് തന്നെ ഇരിക്കും. തേങ്ങ അരച്ച് വെച്ച മാതിരി ഇരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. തേങ്ങ ഇല്ലാണ്ട് നമ്മൾ എളുപ്പം എങ്ങനെ കറി വയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് ചിറകുകൾ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ രണ്ട് സൈഡിലും ചിറകുണ്ട്. അപ്പോൾ ആ രണ്ട് ചിറകുകളും നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ മീനൊന്ന് ക്ലീൻ ചെയ്യണം. പക്ഷെ ഭയങ്കര പാടാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിൻ്റെ പുറത്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നാലെന്ന് പറയും. അപ്പോൾ അത് വലിച്ചിളക്കാൻ വലിയ പാടാണ്. സാധാരണ ഇത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കുപ്പിച്ചില്ല് പൊട്ടിച്ച മാതിരി കിടക്കും. അപ്പം ഇത് വലിയ പാടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്തെടുത്തത്. സത്യത്തിൽ വാങ്ങിച്ചും പോയി. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. പിന്നെ എന്തായാലും കുറേ നേരം വരെ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. പക്ഷെ നല്ല മീനാണിത്. എന്തായാലും നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഈ മീനിൻ്റെ തലയുണ്ടല്ലോ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മീനിന് പല്ലുകളുണ്ടാവില്ല. പല്ലില്ലാണ്ട് പിന്നെ ബാക്കി എല്ലാ മീനുകൾക്കും പല്ലുണ്ടാവുമല്ലോ, പക്ഷേ ഈ മീനിന് പല്ലൊന്നും ഉണ്ടാവത്തില്ല. പല്ലില്ലാത്തൊരു മീനാണ് ഈ മിൽക്ക് ഫിഷ് എന്ന് പറയുന്ന മീൻ.
നമ്മളിവിടെ പൂമീനെന്ന് പറയും, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നതാണ് മിൽക്ക് ഫിഷ് എന്ന്. അപ്പോൾ ഇതിന് പല്ലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം, ഇതിൻ്റെ ഹെഡ് മാത്രം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുന്നേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളി 2 എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ കുടംപുളി ഉണ്ട്, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ സവാള ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. നമുക്കിതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒരു 20 മിനിറ്റോളം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിൽ മസാലപ്പൊടികളിടാം. അപ്പോൾ നമുക്ക് മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. എന്താണെന്നുള്ളത് പുളി നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൽ കൂടി ഇപ്പോൾ ഇടുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി മുളക് പൊടി. അതൊരു 2 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മസാലപ്പൊടികൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ട് എടുത്തിട്ട് അടിച്ചൊന്ന് കറിയാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇതാ മീൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ബ്ലഡൊന്നുമില്ല, ബ്ലഡ് കുറവാണ് ഈ മീനിന്. പക്ഷേ പഞ്ഞി മാതിരി ഇരിക്കും മീൻ. ഇപ്പോൾ നമുക്ക് എന്തായാലും അത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലക്കൂട്ടുകളെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലെടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ മസാലക്കൂട്ടുകൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ച് കുടംപുളിയോ ഇട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം.
അപ്പോൾ നമുക്കിതിൽ കറിവേപ്പിലയും കുറച്ച് പച്ചമുളക്, അതൊരു നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 3-4 പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചാറ് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ വാരിയിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മീൻ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനുണ്ട്, അത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. നോക്കുമ്പോൾ നമ്മുടെ തേങ്ങാക്കറി കണക്ക് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. കുറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയും എരിവൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് എരിവ് കൂടുതലാണ്. നമുക്ക് എരിവ് വേണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ എരിവ് ചേർത്തിട്ടുണ്ട്. പക്ഷേ നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. ചോറ് കഴിക്കാൻ ഈ ചാറ് മാത്രം മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ.